ബഡ്സ് ദിനാചരണത്തോടനുബന്ധിച്ച് കുടുംബശ്രീ ജില്ലാ മിഷൻ, മുണ്ടേരി ബഡ്സ് സ്കൂൾ, മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് എന്നിവയുടെ ആഭിമുഖ്യത്തിൽ രക്ഷാകർതൃ ബോധവൽക്കരണ സെമിനാർ മുണ്ടേരി ബഡ്സ് സ്കൂളിൽ വെച്ച് നടന്നു. മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം അനീഷ ഉദ്ഘാടനം ചെയ്തു. ജനറൽ കമ്മിറ്റിയുടെ ഭാഗമായിട്ട് നമ്മൾ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. ഒരു ഫീസും ഈടാക്കാതെ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള ഈ ഒരു സൗകര്യങ്ങളൊക്കെ നമ്മുടെ പഞ്ചായത്തിന്റെ കീഴിൽ കൃത്യമായിട്ട് നിർവഹിക്കാൻ ഗ്രാമപഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഓരോ മേഖലയിലും അതിന്റെ ഭാഗമായിട്ടൊക്കെ കുട്ടികൾക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സന്തോഷം നൽകുന്ന വാർത്തയാണ്. അപ്പൊ അത് നമുക്ക് നല്ല രീതിയിൽ തുടർന്ന് കൊണ്ടുപോകാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഗ്രാമപഞ്ചായത്ത് ചെയ്യും. അതുപോലെ തന്നെ ബസ് സൗകര്യങ്ങളുണ്ട്. കുട്ടികൾക്ക് എന്നും നല്ല രീതിയിൽ അവരൊരു അത്രയും നല്ല രീതിയിൽ കെയർ ചെയ്യുന്ന രീതിയിൽ ഷബിൻ അവരോട് കൂടൊപ്പം ഉണ്ട് എന്നുള്ളത് ബഡ്സ് സ്കൂളിന്റെ ആ ഒരു വണ്ടി എടുക്കുന്ന ആള് എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന്റെ ഇടപെടൽ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ എല്ലാവരുടെയും നല്ല രീതിയിലുള്ള സഹകരണങ്ങൾ കുട്ടികൾക്ക് ലഭിക്കുന്നുണ്ട്. വൈസ് പ്രസിഡന്റ് എ പങ്കജാക്ഷൻ അധ്യക്ഷത വഹിച്ചു. മുണ്ടേരി ബഡ്സ് സ്കൂൾ അധ്യാപിക പി ഷീജ സ്വാഗതം പറഞ്ഞു. ബുദ്ധിപരമായ വെല്ലുവിളി നേരിടുന്ന കുട്ടികളുടെ യൗവനകാലത്തെ വെല്ലുവിളികളും പരിഹാര മാർഗങ്ങളും എന്ന വിഷയത്തിൽ പ്രശസ്ത സൈക്കോളജിസ്റ്റ് എം നിഖിൽ ക്ലാസ് എടുത്തു. നിങ്ങൾ നിൽക്കുന്ന മക്കൾക്ക് കൊടുക്കുന്ന വാല്യൂ അതിന് എന്താ ഒരു സ്പെഷ്യൽ കയ്യടി. ആ കയ്യടി നിങ്ങൾ തന്നെ എടുക്കണം കേട്ടോ. അത് പോകുമ്പോൾ മറ്റുള്ളവരുടെ പരിഹാസം, അല്ലെങ്കിൽ ഇവൻ അവിടെ പോയി എന്തെങ്കിലും കുസൃതി ഒപ്പിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് ഇവനെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിരിക്കേണ്ട അവസ്ഥ, അതിനേക്കാളൊക്കെ ഭയങ്കര ദയനീയമായിട്ടുള്ള ഒരു കാര്യം. കഴിഞ്ഞ ദിവസം ഞാനൊരു സ്ഥലത്ത് ക്ലാസ് എടുക്കാൻ പോയപ്പം സമാനമായ ഒരു കുട്ടിയുടെ പേരന്റ് എന്നോട് പറഞ്ഞതാ, അവർക്ക് ഭംഗിയിലൊന്ന് അണിഞ്ഞൊരുങ്ങി പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. ആളുകൾ പറയുന്ന ചോദ്യം എന്താണെന്നറിയോ, ഇത്രയും പ്രശ്നങ്ങൾ അവളുടെ വീട്ടിലുണ്ടായിട്ട് അവള് പോകുന്ന കോലം കണ്ടിട്ടുണ്ടോ നിങ്ങൾ? അണിഞ്ഞൊരുങ്ങിയിട്ട് അവള് പോകുന്നതെന്ന് നമ്മുടെ ആളുകളുടെ ഒരു മാനസികാവസ്ഥയാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ ഓൾറെഡി സങ്കടങ്ങളിലൂടെ പോകുന്ന ഒരു അമ്മയ്ക്ക് അതെങ്ങനെയായിരിക്കും ഫീൽ ചെയ്യുന്നത് നമുക്കറിയാം. അപ്പൊ അത്രയും സങ്കടങ്ങൾ ഉണ്ടായിട്ടും അതിങ്ങനെ കരഞ്ഞ് തീർത്ത് അവസാനം ഇപ്പൊ കരച്ചിലൊക്കെ പറ്റി, ഇനി കരഞ്ഞിട്ട് എന്താ കാര്യം, മുന്നോട്ട് ഇനി എങ്ങനെ പോകണം എന്ന് ചിന്തിക്കുന്ന ഒരു മാനസികാവസ്ഥയിലുള്ള ആളുകൾ നിങ്ങൾ ആണോ അല്ലയോ? ഹോമിയോ ഡോക്ടർ ഡി വിനീവ്, വാർഡ് മെമ്പർമാരായ പി ബാലൻ, ഇ കെ ചാന്ദിനി, പി ശ്യാമള, സി ലത, ടി രവീന്ദ്രൻ, എം ശ്രീജ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് പ്രശസ്ത മജീഷ്യൻ പ്രശാന്ത് വേങ്ങാടിന്റെ മാജിക് ഷോയും ബഡ്സ് സ്കൂൾ വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അരങ്ങേറി.